അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യമായി തന്നെ വെള്ളമെടുത്ത് കൈകൊണ്ട് തന്നെ ഗോതമ്പ് മാവിലേക്ക് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് അത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നന്നായിട്ട് നമ്മൾ ശരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്. അപ്പം നമുക്ക് നല്ലൊരു ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത് ബാറ്റർ റെഡിയായ ബാറ്റർ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും കട്ടയോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മിക്സിങ് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ദോശക്കല്ല് വെച്ചിട്ട് ഈ നന്നായി മിക്സ് ചെയ്ത ബാറ്റർ എന്ത് ചെയ്യാം, കനമില്ലാതെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി കനമില്ലാത്ത ഗോതമ്പ് ദോശ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എത്രയും സമയം കുറവാണെങ്കിലും രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പി റെഡി.